ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. അപ്പോൾ എന്തിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമുക്ക് ഇന്നും ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ ബോ നോക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരിയും പേര് ക്രിസ്മസ് സ്പെഷ്യൽ ഹെയർ ബോസ് ചോദിക്കുന്നുണ്ട്. നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കിട്ടും. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സാറ്റിൻ്റെ 1 ഇഞ്ചിൻ്റെ റിബൺ വെച്ചിട്ടുള്ള വർക്ക് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ച് റിബൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ 3ആയിട്ട് മടക്കി, അതായത് ഒരു പെറ്റലിൻ്റെ ഇതെന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ഒരു പെറ്റലിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഇഞ്ചിൻ്റെ ഒരു റിബണാണ് എടുക്കുന്നത്. ഞാൻ ഒന്നിച്ചിട്ട് കട്ട് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ ചെയ്യാം കേട്ടോ. അതായത് ഒരു പെറ്റലെന്ന് പറയുന്നത് 3 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കാട്ടി കൂടുതൽ വലിപ്പമുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. എന്നിട്ട് ഒരു സൈഡ് നമ്മൾ ഇതുപോലെ കോണായിട്ട് മടക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ കേട്ടോ കറക്റ്റ് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കോൺ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൂർച്ചയുള്ള ചെറിയ കത്രിക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന കത്രിക വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടി മൂർച്ചയുള്ള പറഞ്ഞ പോലെ തന്നെ ചെറിയ കത്രികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടി. ഇനി നമുക്കിതൊന്ന് സൈഡ് ഉരുക്കി കൊടുക്കണം. ഇതേ കണക്ക് ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ റെഡും വൈറ്റും കോമ്പിനേഷനിൽ ചെയ്യുമോ, അല്ലെങ്കിൽ റെഡ് മാത്രമായിട്ട് അല്ലെങ്കിൽ വൈറ്റ് മാത്രമായിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ക്രിസ്മസ് ആണ് വരുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റെഡും വൈറ്റും മിക്സ് ആക്കിയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരിയും പേര് കിറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് സ്പെഷ്യൽ കിറ്റ് നമ്മൾ 3 or 4 ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ലാസ്റ്റ് ഇട്ടത് 250 രൂപയുടെ കിറ്റാണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ കേട്ടോ. കാരണം ദിവസം തീരാറായിട്ടുണ്ട്, അതുകൊണ്ടാണ്. ബാക്കി വന്നിട്ടുള്ള 2 ഇതും കൂടെ ഞാൻ ഒന്നിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുറേ പെറ്റൽസ് മേക്ക് ചെയ്യേണ്ട സമയത്ത് ഒരു 2 or 3 ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള പെറ്റൽസ് നമുക്ക് ഒന്നിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മൂർച്ചയുള്ള ചെറിയ കത്രിക യൂസ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ 2 പെറ്റലാണ് ഒന്നിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 2 ഫ്ലവറിന് വേണ്ടിയിട്ട് 6 പെറ്റൽ വേണ്ടി വരും. അതൊന്നിച്ച് കട്ട് ചെയ്തതുപോലെ ഉരുക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ജോലി കുറച്ച് എളുപ്പമായിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് മെഴുകുതിരി കത്തിച്ചിട്ട് കുറേ പെറ്റൽസ് ഉണ്ടെങ്കിൽ ഒന്നിച്ച് ഉരുക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒത്തിരിയും പെറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഴുകുതിരി തന്നെ യൂസ് ചെയ്യുന്നതാവും നല്ലത്. ഇത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. കാരണം നമ്മൾ ഈ ലൈറ്റർ ഇതുപോലത്തെ ഉള്ള ലൈറ്ററാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറേ തവണ നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അത് ചീത്തയായി പോവും. അതുപോലെ തന്നെ നമ്മുടെ കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസും കൂടുതലാട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എനിക്ക് ഒത്തിരിയും അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ എടുത്തെടുത്ത കാര്യം പറയുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു ഭാഗം ഒന്ന് ഉരുക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിടിലനായിട്ടുള്ള പെറ്റൽസ് റെഡിയായി. ഇപ്പം 3 പെറ്റൽ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞൻ ഫ്ലവേഴ്സിനെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ ഒരു അറ്റത്തുനിന്ന് ഇതുപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ഇട്ടിട്ട് നമ്മളിങ്ങനെ എടുക്കുക. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാ ഫ്ലവേഴ്സും ഓൾമോസ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെയാണ് മേക്ക് ചെയ്തെടുക്കാറ്. പക്ഷേ നമുക്കിങ്ങനെ എന്താണ് ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ വലിയ ഫ്ലവേഴ്സും ചെയ്യാം കേട്ടോ. കുറേ പെറ്റൽസ് വെച്ചിട്ട് ഇപ്പോൾ 3 പെറ്റൽ കഴിഞ്ഞൊരു 5 പെറ്റൽ 7 പെറ്റൽ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒറ്റ ഫ്ലവർ ആക്കിയിട്ട് ചെയ്തിട്ട് ബണ്ണിലേക്കോ അലിഗേറ്റർ ക്ലിപ്പിലോ ഒക്കെ ചെയ്ത് കൊടുക്കാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു മെത്തേഡ് മാത്രമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് മാറ്റിയിട്ട് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ഒരു ഹെയർ ബോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ അതും കൂടി കാണുക. 55 രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ് കേട്ടോ. ഇനി 55 എന്ന് ഞാൻ പറയുന്നത് നോർമലി ഹെയർ ബോയും കാര്യങ്ങളൊക്കെ സാധാരണക്കാരായ ആൾക്കാർ ആ ഒരു റേറ്റ് കൂട്ടിയിട്ടൊന്നും വാങ്ങിക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ നിങ്ങളുടെ ഏരിയയിൽ എങ്ങനെയാണോ ആൾക്കാരുടെ ഒരു ഇതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റേറ്റ് ഇടാം കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഹെയർ ബോയും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. 60, 65, 70, 80 രൂപയ്ക്കൊക്കെ ഈ സെയിം സാധനം സെയിൽ ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ താമസിക്കുന്ന ഏരിയ ആയിട്ട് വേണം കേട്ടോ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിവിടെ വൈറ്റ് കളർ ബോയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഡയറക്റ്റായിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചാൽ ഇരിക്കുമോ എന്നൊക്കെയുള്ള ഭയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഗ്ലൂ ഗൺ യൂസ് ചെയ്യേണ്ട. പകരം നിങ്ങൾക്ക് B7000 ഗ്ലൂവോ അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടുന്ന ഏത് പശയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, എന്താണ് നമ്മുടെ ക്യാൻവാസിൻ്റെ ഷീറ്റ് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ക്യാൻവാസിൻ്റെ ഷീറ്റ് ഒഴിവാക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് ഒട്ടിക്കിട്ടാൻ, അതായത് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 250 രൂപയുടെ കിറ്റ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ,
അതിൻ്റെ അകത്ത് ഈ ഒരു ബോയും അതുപോലെ തന്നെ ഇതിൻ്റെ റെഡ് കളർ ബോ പിന്നെ ബ്ലാക്ക് മെറ്റൽ ബോ 6 ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 1 ഇഞ്ചിൻ്റെ റെഡും വൈറ്റും റിബൺ പിന്നെ പിപ്സും ക്യാൻവാസിൻ്റെ ഷീറ്റ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് 250 രൂപ വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം, ജസ്റ്റ് ഈ ക്രിസ്മസിനൊന്ന് സെയിൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒട്ടും താമസിപ്പിക്കേണ്ട, ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതല്ല ഓർഗൻസ റിബൺ ആയാലും ഗ്രോസ് ഗ്രെയിൻ റിബൺ ആയാലും ഏത് ടൈപ്പ് റിബൺ ആയാലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് ചെയ്തെടുക്കാം. ഞാനൊരു സൈഡ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ചെയ്താൽ നമ്മുടെ വർക്ക് അത്രയും കുറഞ്ഞിരിക്കും. ഇത് നമുക്ക് 45-50 രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണ്. നേരിട്ട് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. ഈ ഒരു ക്രിസ്മസിന് എന്തായാലും സെയിലാവുന്ന ഒരു ടൈപ്പ് ബോയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കല്ലേ, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന വർക്കും അങ്ങനെ തന്നെയാണ്. ഇതിന് മുന്നേയും ഞാൻ കുറച്ച് വർക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ഒത്തിരി ഹെയർ ബോയൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലിൽ വീഡിയോ സെക്ഷൻ ഒന്ന് നോക്കുക കേട്ടോ. ഇതുപോലെ ഞാൻ കുറച്ച് സ്റ്റോൺസും പിപ്സും ഒക്കെ വെച്ചിട്ട് എൻ്റേതായ രീതിയിലൊന്ന് അലങ്കരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതൊന്ന് മേക്ക് ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കിറ്റ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ആക്കി.